ഹലോ. ചക്കുളങ്കാവിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് മണ്ണാർശാല അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ മണ്ണാർശാലയിലേക്ക് പോകുന്നത്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് പോരാൻ നിന്നില്ല കേട്ടോ. ഭയങ്കര ചൈതന്യം പോലെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് അമ്പലക്കുളത്തിലേക്ക് ചെന്നു. അവിടെ നിറച്ചും ആമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാമ്പ് ഉണ്ടെന്ന് പറയാറുണ്ട്, പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. മണി കെട്ടുന്ന അമ്പലം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ക്യൂ ഒക്കെ നിന്ന് മണിയൊക്കെ മേടിച്ചു. എന്നിട്ട് ആദ്യം അമ്മ കെട്ടി, ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചു. പിന്നെ ചേച്ചിയും കിട്ടി, പിന്നെ ഞാൻ കിട്ടി കേട്ടോ. എൻ്റെ ആഗ്രഹം നടന്ന് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓൾറെഡി അമ്പലത്തിലേക്ക് വന്നതിന് മുമ്പായിട്ട് ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചിരുന്നത് നടക്കുവാണെങ്കിൽ മണി കെട്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം നടന്നതുകൊണ്ട് ഞാൻ വന്ന് മണി കെട്ടുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ വന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നല്ല കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിചാരിതമായിട്ടുള്ള ഞങ്ങളുടെ കസിൻസിനൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതിൻ്റെ സൈഡിലുള്ള ബീച്ചിലൊക്കെ വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് നേരമൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വീഡിയോ ഒരുപാട് എടുക്കാനായിട്ട് എൻ്റെ ശിവക്കുട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. ഇവിടെ അമ്മേ 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 എന്ന് പറഞ്ഞിട്ട് എന്നെ ഒട്ടി പിടിച്ച് നടക്കുന്നുണ്ടോ. ഇവരെ കൊണ്ടുപോയി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി കുറച്ചൊക്കെ പാട്ടൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് രസമായിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ അമ്പല വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് മൂവാറ്റുപുഴയിലെത്തി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ എന്താ ഒരു സുഖം. ഒരു സൺഡേ പോയ പോക്കേ. ബൈ ബൈ.